സ്റ്റഡിയുടെ അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കമ്പനി ബോർഡ് LGSന്റെ സാലറി നോക്കാം നമുക്ക്. അതുപോലെ വേക്കൻസികളും ഇനിയും വരാനുള്ള വേക്കൻസി, അതുപോലെ എക്സാമിനെ കുറിച്ചൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം കമ്പനി ബോർഡ് LGSന്റെ സാലറി നോക്കാം നമുക്ക്. അപ്പോൾ ബേസിക് പേ പറയുന്നത് 23,000 രൂപയാണ്. അപ്പോൾ ഈ ബേസിക് പേയിൽ നിന്നാണ് ഈ DA, അതിൻ്റെ 15% DA അഥവാ 3,450 രൂപ. പിന്നെ HRA 4%, 920. അങ്ങനെ ടോട്ടൽ നമ്മുടെ കയ്യിൽ 27,370 രൂപ. പക്ഷേ ഇതിൽ നിന്നും നമ്മുടെ പിടുത്തമുണ്ട് കേട്ടോ, അത് നോക്കാം. അപ്പം ബേസിക് പേ പറയുന്നത് 23,000 DA പറയുന്നത് ഈ ബേസിക് പേയിൻ്റെ 15% DA എന്ന് പറയുന്നത്, അത് 3,450. HRA 4%, 920. അങ്ങനെ ടോട്ടൽ 27,370. ഇത് പിടുത്തമാണ് കേട്ടോ. GIS 400, SLI 400, NPS 2,645, പിന്നെ PF 1,380, പിന്നെ മെഡിസെപ്പ് 500. അങ്ങനെ ടോട്ടൽ നമ്മുടെ കയ്യിൽ നിന്നും 5,325 രൂപ പിടിക്കും കേട്ടോ. അപ്പോൾ 27,370 നിന്നും 5,325 കുറച്ചാൽ 22,045 രൂപയാണ് നമ്മുടെ സാലറി. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ലിസ്റ്റ് വിലയിരുത്തി കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ടോട്ടലി മെയിൻ ലിസ്റ്റിൽ 4,038 പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 4,055, അങ്ങനെ DA നിന്നും 120. അങ്ങനെ ടോട്ടലി 8,213 പേരുടെ ലിസ്റ്റാണ് ഇട്ടത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം നോട്ടിഫിക്കേഷൻ ഡിസംബറിന് മുന്നോ അല്ലെങ്കിൽ ഡിസംബറിനായിട്ടോ കാണും. അപ്പോൾ എന്തായാലും ഒരു 3,000-3,500 പേരുടെ ലിസ്റ്റെങ്കിലും കാണുന്നതാണ് മെയിൻ ലിസ്റ്റിൽ. അപ്പോൾ എന്തായാലും നല്ലൊരു വേക്കൻസികൾ വരുന്നൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണ് നമുക്കിപ്പോൾ അറിയില്ല. എന്തായാലും KSFE പോലെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും. പക്ഷെ നമുക്ക് ഏതാ കിട്ടുന്നതെന്ന് അറിയില്ലല്ലോ, നമ്മുടെ ഭാഗ്യം പോലെ ഉണ്ടാകും. അപ്പോൾ എന്തായാലും നമ്മൾ കമ്പനി ബോർഡ് LGSനായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ കമ്പനി ബോർഡ് LGSന് പ്രിപ്പയർ ചെയ്താൽ പ്രിലിംസും കമ്പനി ബോർഡ് LGSനും ആവുമല്ലോ. അപ്പോൾ എന്തായാലും ഡിഗ്രിക്കാരും ഉണ്ടാകും. അതുപോലെ 7ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ആണല്ലോ, അതുകൊണ്ട് ഡിഗ്രി ഇല്ലാത്തവരും കാണും. അപ്പോൾ എന്തായാലും സിലബസ് നന്നായിട്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ലിസ്റ്റിലിടാൻ പറ്റാനായിട്ട് കഴിയും. നിലവിൽ തന്നെ കുറേ വേക്കൻസികൾ റിപ്പോർട്ട് ആകുന്നതാണ്, കണ്ടില്ലേ. ഫ്രഷും NJD ആയിട്ടും കുറേ വേക്കൻസികൾ വരുന്നതാണ് ഈ കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. പിന്നെ NJD ആണ് അധികം ഉണ്ടാവുന്നത്. ജോയിൻ ചെയ്യാത്ത ആൾക്കാർ അഥവാ വേറെ ജോബ് കിട്ടുന്നവരായിരിക്കും. ചിലപ്പോൾ കിട്ടുന്ന ഡിപ്പാർട്ട്മെൻറ്റ് അവർക്ക് ഇഷ്ടമല്ലാതെ ആയിരിക്കാം. ഏതായാലും നമുക്ക് പഠിക്കുക, നമുക്ക് വേറെ വകുപ്പില്ല. എന്തായാലും ഏതേലും ഒരു ലിസ്റ്റിൽ വേണമല്ലോ. അതുകൊണ്ട് നമുക്ക് LGS സിലബസാണ്. ഇംഗ്ലീഷ് ഇല്ല, മലയാളം ഇല്ല, ബേസിക് മാത്സ് ആണ്. അതുപോലെ കറണ്ട് അഫയേഴ്സ് 20 മാർക്കിനുണ്ട്. പിന്നെ GK അറിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം പ്രിലിംസ് ഉണ്ടാകാനാണ് ചാൻസ് കേട്ടോ. എന്തായാലും എക്സാമിന് കുറേ ആൾക്കാർ അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ 2 ഘട്ട എക്സാം ആണെങ്കിലും നമുക്ക് ഒരേ സിലബസാണ്. നന്നായി പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് 2 എക്സാമും ക്രാക്ക് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ എല്ലാവരും പ്രിപ്പയർ ചെയ്യുക ഇപ്പോൾ തന്നെ എക്സാമിനായിട്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞ ലിസ്റ്റ് ഇതിൻ്റെയാണ്. അപ്പോൾ വേരിയസ് അഥവാ കമ്പനീസ് ബോർഡ്, കോർപ്പറേഷൻ, ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റ് കണ്ടോ. അതുപോലെ 18 മുതൽ 36 വയസ്സ് വരെയാണ്. അഥവാ അതുപോലെ 7ാം ക്ലാസ് പാസ്സാണ്. അതിൻ്റെ ഈക്വലായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആണെങ്കിലും കുഴപ്പമില്ല. അതുപോലെ ബോയ്സിന് സൈക്ലിംഗ് അറിയണം. അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം ടോട്ടലി ലിസ്റ്റിലുള്ള ആൾക്കാർ 8,213 അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം ഒരു 7,000 പേരുടെ ലിസ്റ്റെങ്കിലും കാണും. അതുപോലെ വേക്കൻസികളും കുറേ കാണുന്നതാണ്. NJD ആയിട്ടും ഫ്രഷ് വേക്കൻസി ആയിട്ടും ഒക്കെ കുറേ വേക്കൻസികൾ കാണുന്നതാണ്. അപ്പോൾ നമുക്കിത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ നമുക്ക് കട്ട് ഓഫോ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. എന്തായാലും നല്ല രീതിക്ക് പഠിക്കുക. എന്തായാലും നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പോൾ 2 എക്സാം ആണെങ്കിലും നമുക്ക് നല്ലത് തന്നെയാണ്. അപ്പം മെയിൻസിനാണെങ്കിലും പ്രിലിംസിനാണെങ്കിലും ഒരേ സിലബസാണ്. അപ്പോൾ നമുക്ക് CA ആണ് ഒന്ന് കുറച്ച് നന്നായിട്ട് നോക്കേണ്ടത്. ബാക്കിയൊക്കെ കുഴപ്പമില്ലാത്തൊരു ഇതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്